ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചതേ ഉള്ളൂ, കട്ടിലേന്ന് പോലും എണ്ണിച്ചിട്ടില്ല, കണ്ണ് തുറന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം 9:15 ഗൈസ്. ഈ മുറി ഞാൻ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല, എന്നിട്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ 9:15 വെയിലായില്ലേ. അപ്പോൾ ഇവിടുന്ന് ജനലിൻ്റെ അവിടുന്ന് വെയിലടിക്കുന്നതാണ്. താമസിച്ചു പോയി ഗൈസ് എണ്ണിക്കാൻ. ഇനി എണ്ണിച്ചിട്ട് വേണം കഴിക്കാൻ, ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ഒരു കല്യാണമുണ്ട് ഇവിടെ ആദ്യകാരണങ്ങര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. അപ്പോൾ കല്യാണത്തിന് പോകണം. നേരത്തെ എണ്ണിക്കണം എന്ന് വിചാരിച്ചത് ലേറ്റായി ഗൈസ്. ഇനി ഷടപടേ. അയ്യോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നും ഇങ്ങനെ ഓൺ വോയിസിൽ ഫസ്റ്റിലത്തെ ഇൻട്രോ വീഡിയോ, അതായത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെയൊക്കെ ഇൻട്രോ വീഡിയോ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഓൺ വോയിസിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശുഭമായിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഞാൻ ഫോൺ എടുത്ത് എന്നെ തന്നെ അല്ലേ കാണുന്നത്, അപ്പം നല്ലതായിരിക്കും, ആർക്കറിയാം. എന്തായാലും കല്യാണത്തിന് പോകണം, നല്ല ലേറ്റായി. ഇനിയും പെട്ടെന്ന് ഷടപടയെന്നെല്ലാം ചെയ്യാം. നമ്മുടെ മിട്ടു ഇവിടെ ഉണ്ട്, മിട്ടു ഇവിടെ ഉണ്ട്. ഞാൻ മിട്ടുവിൻ്റെ മറ്റേ ഫുഡ് വയ്ക്കുന്ന പാത്രം കേട്ടോ, അത് ഈ സൈഡിലാണ് വെച്ചിട്ട് കിടന്നത്. കാരണം വേറൊന്നുമല്ല, താഴെ വെച്ച് കഴിയുമ്പം മിട്ടു കയറി ഇറങ്ങുകയും ചെയ്യുന്ന ആ വഴി കൂടെ വേറെ കുറേ കള്ളിപ്പൂച്ചകൾ കയറി വന്ന് മിട്ടുവിൻ്റെ ഫുഡ് മൊത്തം തീർക്കുക. ഞാൻ അറിയുന്നില്ല, ഉറങ്ങി കഴിയുമ്പം അനക്കമില്ലാതെ വന്ന് തിന്നുമ്പോൾ ഞാൻ അറിയുന്നില്ല. ഇതാവുമ്പോൾ എൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത്. മിട്ടുവിന് വേണമെങ്കിൽ മിട്ടു എടുത്ത് കഴിച്ചോളും. വേറെ പൂച്ചകളൊന്നും ബെഡിൻ്റെ അകത്ത് കയറി വന്ന് തിന്നത്തില്ല എന്നുള്ള ഒരിതിൽ ഞാൻ ഇന്നലെ ഇവിടെ വെച്ചിട്ടാണ് കിടന്നത്. നമ്മുടെ മിട്ടു വേണ്ടി ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. മിട്ടു ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് മിട്ടുവിന് വിശക്കുന്നെന്ന് തോന്നുന്നു കേട്ടോ. മിട്ടുവിൻ്റെ ഫുഡ് തീർന്ന്, എന്നുവെച്ചാൽ ഈ പാത്രത്തിലിട്ട് കൊടുത്തത് തീർന്ന്. ഇനി എണ്ണിച്ചിട്ട് മിട്ടുവിന് ഫുഡ് ഇട്ട് കൊടുക്കണം. മീനില്ല, മീൻ ഇനി അച്ഛൻ വരുമ്പോഴേ വാങ്ങിക്കൊണ്ട് വരത്തുള്ളൂ. അപ്പോഴേ മിട്ടുവിന് ചോറ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ മിട്ടുവിൻ്റെ ഫുഡ് തന്നെ കൊടുക്കണം. അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചതേ ഉള്ളൂ. അച്ഛൻ വരുമ്പം മീൻ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ വേണം മിട്ടുവിന് ഫുഡ് കൊടുക്കാൻ. അപ്പം ഞാൻ എണ്ണിച്ച് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യട്ടെ. നമുക്ക് ഇനി കതവ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങാം. എന്താ മിട്ടു എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മിട്ടുവിന് നല്ല വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മിട്ടുവിനുള്ള ഫുഡ് കൊടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങാം. ഞാൻ മിട്ടുവിനുള്ള ഫുഡ് വേണ്ട. മിട്ടുവേ മിട്ടുവിനുള്ള ഫുഡ്. നല്ലപോലെ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മിട്ടുവിന് ചില സമയം രാവിലെ എണീക്കുമ്പോൾ നല്ല വിശപ്പാണ്. ഇതാണ് മിട്ടുവിൻ്റെ ഫുഡ്. അയ്യോ സോറി. മിട്ടുവിൻ്റെ ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ എനിക്കൊരു സമാധാനം. ഞാനാണെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് മിട്ടുവിന് കഴിക്കാൻ കൊടുത്തിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. എനിക്ക് എന്നാലേ ഒരു തൃപ്തി ആവത്തുള്ളൂ, എന്നാലേ എനിക്ക് വയറ് നിറയത്തുള്ളൂ. ഞാൻ മിട്ടുവിന് കൊടുക്കാതെ ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പം മിട്ടു അവിടെ നിന്ന് കഴിക്കട്ടെ, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. ഹമീ പതിവ് പോലെ കതവ് ചാരിയേക്കാണ് ഗൈസ്. അച്ഛൻ പോയപ്പോഴത്തേനും അച്ഛൻ പതിവ് പോലെ കതവ് ചാരിയിട്ട് പോയി. സമയം ഒരുപാടായി, എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ എളുപ്പം പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം, പല്ല് തേക്കണം, കുളിക്കണം, എല്ലാം എളുപ്പം ചെയ്തിട്ട് വരാം. രാവിലെ ഞാൻ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് ഉപ്പുമാവാണ് കേട്ടോ. ഇന്നലെ ഉപ്പുമാവായിരുന്നു, അപ്പോൾ അതിന് വാങ്ങിച്ച പഴം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാൽ ഇന്നും അങ്ങ് ഉപ്പുമാവ് ഉണ്ടാക്കാം, അതാവുമ്പോൾ പഴം അങ്ങ് തീരുമല്ലോ എന്ന്. അങ്ങനെ ഉപ്പുമാവും ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. രാവിലെ ചായ ഇല്ലാതെ നമുക്കൊരു പരിപാടിയില്ല. അങ്ങനെ ഞാൻ ഉപ്പുമാവും ചായയൊക്കെ കൂട്ടി വേഗം കഴിക്കട്ടെ ഗായ്സ്. അങ്ങനെ ഞാൻ ആദ്യം ഇട്ട ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഊരി മാറ്റി. വേറൊന്നുമല്ല, എൻ്റെ ബ്ലാക്ക് കളർ പാൻറ്റും ലെഗിൻസ് പോലത്തെ പാൻറ്റുണ്ട്, പിന്നെ ഒരു ക്രീം കളർ പാൻറ്റുണ്ട്. അത് രണ്ടും അന്ന് വിഷുവിന് വെൺമണി പോയപ്പോഴത്തേക്കിനും അവിടെ വെച്ച് മറന്നിട്ട് വന്ന്. അപ്പോൾ നമുക്കറിയാമല്ലോ, ബ്ലാക്ക് പാൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ബ്ലാക്ക് പാൻറ് ഓടും. ഞാൻ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കിനും എൻ്റെ നന്ദുവിൻ്റെ ഒരു പാൻറ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക്
കാലിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് ആ ഒരു ഉടുപ്പിന് അത് ചേരത്തില്ല. അപ്പം ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു ബ്ലൂ കളറ് ഡ്രസ്സാണ് ഇപ്പം ഇട്ടത്. ഞാൻ എന്താ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നേരത്തെ ഒന്നും ഞാൻ ചുണ്ടിൽ ലിപ് ലൈനർ ഒന്നും തേക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ ലിപ് ലൈനർ തേച്ച് തുടങ്ങി. നമ്മൾ ലിപ് ലൈനർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ലിപ് ലൈനർ ഇട്ടിട്ടേ ലിപ്സ്റ്റിക് ഇടത്തുള്ളൂ. കാരണം നല്ലൊരു പെർഫെക്ഷനാണ് ലിപ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേന്. നല്ല ആ കളറ്, നമ്മളിപ്പോൾ ഇടുന്ന കളറ്, ഈ ഒരു കളറ് കണ്ടോ, ഇത് നൂഡ് കളറാണ് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞില്ലേ മാസിൻ്റെ ഒരു നൂഡ് കളറൂടെ ഞാൻ കട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ച ഒരു ഷെയ്ഡാണിത്. ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ മറ്റേ റെഡ് പോലെ തന്നെ ഇപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. മിക്കയിടത്ത് പോകുമ്പോഴും ഇതും ആ റെഡോ ഏതെങ്കിലും ഒന്നായിരിക്കും ഞാൻ തേക്കുന്നത്. ഇത് ഞാൻ തേക്കാൻ തുടങ്ങിയത് ലിപ് ലൈനർ ഇട്ട് തുടങ്ങിയ പിന്നാണ് കേട്ടോ. ലിപ് ലൈനർ ഇതിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ലിപ് ലൈനർ ഇടാതെ ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിൽ ഒന്ന് ലിപ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ട് നോക്കും, നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ബ്ലഷ് ഇല്ലേ, ബ്ലഷ് ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന ആളേ അല്ലായിരുന്നു. മറ്റേ സ്ട്രോബ് ക്രീം ഇല്ലേ, അത് ചെറുതായിട്ട് ബ്ലഷ് പോലെ ഇരിക്കും. സ്ട്രോബ് ക്രീം ഫേസിൽ മൊത്തം തേക്കുന്ന അല്ലാതെ ബ്ലഷ് ഞാൻ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്ന ആളേ അല്ലായിരുന്നു. ഇപ്പം ഞാൻ ബ്ലഷും യൂസ് ചെയ്ത് തുടങ്ങി. ഈ ബ്ലഷും ഈ ലിപ് ലൈനറും നമ്മൾ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നമ്മുടെ ഡെയിലി മേക്കപ്പ് റൊട്ടീനിലുള്ള ഒരു സാധനമായിട്ട് മാറും. എനിക്കങ്ങനെ മാറി കേട്ടോ. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ മാറി. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയേക്കുവാണ് ലിപ് ലൈനറും ബ്ലഷും. അപ്പം ഞാൻ ലിപ് ലൈനറൊക്കെ ഇട്ട് ലിപ് ബാമൊക്കെ ഇട്ടിട്ട് വെച്ചേക്കുവാണ്. ഇനി അടുത്തത് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മാഴ്സിൻ്റെ ക്രയോൺ ടൈപ്പ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മിട്ടു, ഞാൻ ഒരുങ്ങുന്ന കണ്ടിട്ട് ഇവിടെ അവശതയായിട്ട് വന്ന് കിടപ്പുണ്ട്. എപ്പോഴും ഇത് തന്നെ. ഞാൻ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോൾ സമയത്ത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ, വിഷമവും സങ്കടവും. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം, ഇവിടെ ഒന്നും നിൽക്കത്തില്ല. അങ്ങ് താഴെ ഉപ്പാപ്പൻ്റെ അവിടെ പോവും. അവിടെ കുറേ കുഞ്ഞിപ്പൂച്ചകളുണ്ട്, അവിടെ പോയി അതുങ്ങളുടെ കൂടെ കളിക്കും. അപ്പോൾ വിഷമോ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ നോക്കും, മിട്ടുവിന് മനസ്സിലായിട്ടുണ്ട് മിട്ടുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് കേട്ടോ. ഞാൻ അങ്ങനെ ഇതായിട്ട് പറയുമല്ല. ഈ മിട്ടൂനാണെങ്കിൽ എല്ലാ കാര്യവും അറിയാം. കള്ളത്തരം അറിയാം, അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അറിയാം. വേറൊന്നുമല്ല ഞാനത് പറയാൻ കാരണം. എന്താണെന്നറിയോ, ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനിവിടെ ഒരു ഹോള് കാണിച്ചു തന്നില്ലായിരുന്നോ, മിട്ടു ഇറങ്ങിപ്പോകുന്നതും കയറി വരുന്നതുമായിട്ടുള്ളൊരു ഹോള്. ആ ഹോള് ഞങ്ങൾ തുറന്നിട്ടിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത്. അപ്പം പുള്ളിക്കാരൻ അകത്ത് കിടന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഭയങ്കര വിഷമം കാണിക്കല. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആ ഹോള് വഴി പുറത്തിറങ്ങിയിട്ട് ഉപ്പാപ്പൻ്റെ അവിടെ പോയി. അവിടെ കുറേ കുഞ്ഞിപ്പൂച്ചകളുണ്ട്, അപ്പോൾ അവർ വളർത്തുന്നത്. അവിടെ പോയിട്ട് അതുങ്ങളുമായിട്ട് കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവിടെ എങ്ങും കാണത്തില്ല. ഞാനാണെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ നോക്കും, ഇവൻ എവിടേക്കാണോ കയറി കിടക്കുന്നത് അവിടെ എല്ലാം നോക്കും, അവിടെ എങ്ങും കാണത്തില്ല. എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഞങ്ങൾ വന്നെന്നറിയുമ്പം ഇവൻ ഞങ്ങൾ കാണാതെ ഈ ഹോള് വഴി അകത്ത് കയറിയിട്ട് മറ്റേ നമ്മളിപ്പോൾ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നീ ദിവാങ്കോട്ടിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങി വരും, ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങി വരും, ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ വന്ന് കിടക്കും. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇവിടെ കിടക്കുമായിരുന്നല്ലോ എന്ന്. പക്ഷേ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ച് ഇവിടെ എല്ലാം ഞാൻ തിരക്കി നടന്നിട്ട് മിട്ടു ഇവിടെ കിടക്കുമായിരുന്നല്ലോ, എങ്ങും പോയില്ലല്ലോ എന്ന് ആദ്യമൊക്കെ ഞാൻ വിചാരിക്കാം. പിന്നെ ഞാൻ കാണാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ എവിടെ പോയിട്ട് ആദ്യക്കള്ളങ്ങനെ ആണ്ട് പോയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പം മിട്ടു ഇല്ല. ഞാൻ അകത്തെല്ലാം നോക്കിയിട്ട് മിട്ടുവിനെ കാണുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുക. ഞാനിവിടെ നിൽക്കുന്ന മിട്ടു കണ്ടില്ല. മിട്ടു ആ വഴി നേരെ വന്നിട്ട് ആ ഹോൾ വഴി കയറാൻ പോയേ. അപ്പോഴത്തേക്കിന് ഞാൻ മിട്ടുവിനോട് പറഞ്ഞു, മിട്ടു പോവണ്ട, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ട് പെയ്യെ എൻ്റെ അടുത്തോട്ട് വരുന്നത്. എനിക്ക് അന്നാണ് മനസ്സിലായത് മിട്ടു കാണിക്കുന്ന കള്ളമാണ് അതെന്ന്. പിന്നെ ഇതാ ദൂണ്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഇവിടെ ഒരു കറുത്ത പൂച്ചയില്ലേ, കള്ളിപ്പൂച്ച, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കള്ളിപ്പൂച്ച എന്ന് പറയുന്നത്. ആ കള്ളിപ്പൂച്ച പ്രസവിച്ച് 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നല്ല കുഞ്ഞുങ്ങൾ, എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വെളുപ്പും കറുപ്പും കൂടെ മിക്സ് ആയിട്ടുള്ള 2 കുഞ്ഞുങ്ങളുണ്ട്. നല്ല ഭംഗി അതിനെ രണ്ടിനെയും കാണാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോൾ അത് കുഞ്ഞതായപ്പം മുതലേ ഇപ്പോൾ കണ്ണൊക്കെ വിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പം നമ്മളെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഓടാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുമെങ്കിൽ കാണിച്ചു തരാം. വേണ്ട, നമ്മുടെ മിട്ടു അതുങ്ങളുടെ കൂടെ ഇവിടെ വന്ന് നിൽക്കുക. ഇപ്പം എൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുങ്ങളെ കണ്ടപ്പോഴത്തേക്കിന് അതുങ്ങളുടെ കൂടെ കളിക്കാനാന്ന് തോന്നുന്നു. ഇനി ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ട് അത് ഓടണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ചിലപ്പോൾ ആ കുഞ്ഞു പൂച്ചകളെ അനക്കം കാണുമ്പോഴേ ഓടും. കാണുന്നുണ്ടോ?
കാണുന്നുണ്ടോ ഗൈസ്? ദേണ്ടേ 2 കുഞ്ഞിപ്പൂച്ചകൾ നല്ല ഭംഗിയിൽ 2 സെയിം ആയിട്ടിരിക്കുന്നു. 2 ഒരുപോലത്തെ. ആ കറുത്ത പൂച്ച കണ്ടോ? അതിൻ്റെ കുഞ്ഞുങ്ങളാണ് അത് 2. കണ്ട ഓടുന്നു. നമ്മളെ കണ്ട അത് നല്ല പോലെ ഓടി. എന്നെക്കാളും മുമ്പ് തണ്ട മിട്ടു ഓടുന്നു അതിനേക്കാൾ. നോക്ക് 2 നല്ല ഭംഗിയില്ലേ? 2 സെയിം ഒരേപോലെ ഇരട്ടകളാന്ന് തോന്നുന്നു കേട്ടോ. വേണ്ട മിട്ടു ഇവിടെ വേണ്ട, അതുങ്ങളെ പിടിക്കാനാന്ന് തോന്നുന്നു. മിട്ടു ഉപദ്രവിക്കല്ലേട്ടാ. ഞാൻ അന്ന് ഇത് വേണ്ട പൊങ്ങുന്നുണ്ടോ മോനെ ഇതുകൊണ്ട് മിട്ടു നീ നാണം കെടുത്തല്ലേ എന്നെ. എടാ അത് കുഞ്ഞു പൂച്ചയാടാ, നീ അതിനെ പേടിക്കല്ലേ. അയ്യോ ഈ മിട്ടു എന്നെ നാണം കെടുത്തു. എടാ അത് കുഞ്ഞു പൂച്ചയാ മിട്ടു, നീ പേടിക്കല്ലേ. ഇവനാണെങ്കിൽ ഈ മിട്ടുവിനാണെങ്കിലും ജൂലിയൊക്കെ കാണുമ്പോൾ ഭയങ്കര വിറപ്പിക്കല. തട്ടല്ലേ കേട്ടാ, പേടിത്തൊണ്ടനുവാ. എന്നാ ഒട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ധൈര്യവുവാ. എവിടെ പോ അത് പോട്ടെ. അയ്യോ പൂച്ചയെ പിടിച്ചെന്തോന്നു കേട്ടോ. പിടിച്ചതല്ല അത് ആ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി, പോച്ചയുടെ ഇടയ്ക്ക്. കണ്ട അവിടെ കിടന്നുറണം കരയുന്നു. ഇഞ്ഞിമാ ദൈവമേ, ഇന്ന് കല്യാണത്തിനും പോകാൻ പറ്റത്തില്ല. ഇഞ്ഞിമാ നോണ്ടേ, അമ്മ നോണ്ട അവിടെ ഉണ്ട്. ഇഞ്ഞിമാ ചെല്ല്. ദൈവമേ ഇല്ല, കരയണ്ട, ഞാൻ മാറിക്കോളാം. കുഞ്ഞിനെ പോയി എടുത്തു. ചെല്ല്. അയ്യോ ചീറ്റല്ലേ, ഞാൻ എങ്ങനെ എടുക്കാൻ വരത്തില്ല നിന്റെ കുഞ്ഞിനെ. എനിക്ക് വേണ്ട നിന്റെ കുഞ്ഞിനെ. ഒരു പൂച്ചക്കുഞ്ഞ് അങ്ങോട്ടും ഓടി, ഒരു പൂച്ചക്കുഞ്ഞ് ഇങ്ങോട്ടും ഓടി. എന്നിട്ട് അതിന് അമ്മയെ കാണാണ്ട് ഒരു പൂച്ചക്കുഞ്ഞ് അവിടെ പോച്ചയുടെ ഇടയ്ക്ക് കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ അമ്മ അതിനെ രക്ഷപ്പെടുത്താൻ പോയപ്പം അങ്ങോട്ട് ഓടി പൂച്ചക്കുഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. എന്തായാലും ഞാൻ ഇനി പോകുന്നു, കാരണം ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. എന്തിന് വെറുതെ പൂച്ചയുടെ ശാപം വലിച്ചു വരുത്തുന്നത്. അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ. ഇന്നാണ് അതുങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. നേരത്തെ അതുകൊണ്ടല്ലോ അവിടെ എങ്ങാണ്ട് മറ്റേ ഷെഡിൻ്റെ ഇത് പൊളിച്ചതിൻ്റെ ഇതൊക്കെ തകര ഷീറ്റൊക്കെ ഇരിപ്പുണ്ട്, അതിൻ്റെ അടിയിലായിരുന്നു ഇതിൻ്റെ താമസം. വെളിയിലോട്ട് ഇറങ്ങത്തേ ഇല്ലായിരുന്നു. ഇന്നാണ് വെളിയിലോട്ട് ഇറങ്ങി തുടങ്ങി. അപ്പം നമ്മൾ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അതുങ്ങളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ. നമ്മുടെ മിട്ടു തോണ്ട അവിടുന്ന് കറങ്ങി വരുന്നുണ്ട്. മിട്ടു അതിനെ ഒന്നും ചെയ്യരുത് കേട്ടോ. നീ ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ഭയങ്കര പേടിത്തൊണ്ടനാ. നീ ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. കല്യാണം നടക്കുന്നത് നമ്മുടെ ഇവിടെ ആദികട്ടുളങ്ങര SH ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അവിടോട്ട് എനിക്ക് പോകാൻ എളുപ്പമാണ്. വല്യമ്മയൊക്കെ വരുന്നുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ വിളിയോട് വിളി, നീ ഒരുങ്ങിയോ ഇറങ്ങി. ഞാനിതുവരെ ഒരുങ്ങിയില്ല, ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എളുപ്പം ഞാൻ ഒരുങ്ങിയിട്ട് ഇറങ്ങട്ടെ. അങ്ങനെ ഞാൻ ഒരുങ്ങി ഇറങ്ങി. മുടിയൊക്കെ ഇങ്ങനെയാണ് കെട്ടിയേക്കുന്നത് കേട്ടോ. പിന്നെ നെയിൽ പോളിഷ് ഞാൻ ഇപ്പോഴാണ് അടിച്ചത്, അതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല. അതാ കൈയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്. നെയിൽ പോളിഷ് ഉണങ്ങാത്തത് കൊണ്ട് തന്നെ മുടിയൊന്ന് ഫ്രണ്ടിലോട്ട് മര്യാദയ്ക്ക് ഇടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. വീടൊക്കെ പൂട്ടി ഞാൻ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. നെയിൽ പോളിഷ് ഉണങ്ങിയിട്ടില്ല, അതാണ് കുറച്ച് മടി ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞാൻ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോഴാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കിലായിരുന്നു. അത്രയ്ക്ക് ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇനി അങ്ങോട്ട് കല്യാണ സീസൺ വരുമല്ലേ. ഇനി അങ്ങോട്ട് തച്ചിന് ഊണും ഇതുപോലെ സദ്യയും പിന്നെ ബിരിയാണിയൊക്കെ മാറിയും തിരിഞ്ഞും വരും. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ളൊരു ഫ്രണ്ട് നേരത്തെ എൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നൊരു വീഡിയോ എടുക്കാം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ വന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്ന സ്പോട്ടിൽ അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല സീനറിയാണ്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമല്ലേ, അപ്പോൾ ഇതുകൂടെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോയും കൂടെ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് കയറിയാൽ മതി, പക്ഷേ എനിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അവരുമായിട്ട് ബൈ ഒക്കെ പറഞ്ഞ് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസം വീഡിയോ എടുപ്പും പിന്നെ കല്യാണത്തിന് പോക്കും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവിടം വരെ എല്ലാവർക്കും ബൈ.